ബിഗ് ബോസ് മലയാളം സീസൺ 6 നോമിനേഷൻ ദിവസമായ ഇന്ന് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പ്രധാനമായും രതീഷിന്റെ പരാമർശത്തിൽ ലാലേട്ടൻ എന്ത് തീരുമാനമാണ് എടുക്കുകയെന്ന് അറിയാനാണ് ഭൂരിഭാഗവും കാത്തിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 സ്റ്റാർട്ടിംഗ് മുതൽ വീടിനകത്തും പുറത്തും സംസാര വിഷയമായ ഒരു പേരാണ് രതീഷ് കുമാർ. ആദ്യ ദിവസം മുതൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുള്ള ഇടപെടലും മനഃപൂർവ്വമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കലുമാണ് ഈ വിദ്വാനെ ഇത്രയും ശ്രദ്ധ നേടിക്കൊടുത്തത്. ഒരു ദിവസം ആരെങ്കിലുമായി വഴക്കുണ്ടാക്കിയാലേ ആശാന് സമാധാനം കിട്ടുകയുള്ളൂ. അതിനായി എന്ത് ചെയ്യാനും ഒരു മടി അദ്ദേഹത്തിനില്ല. ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ രതീഷ് ജാൻമോണി ദാസ് കെട്ടിപ്പിടിച്ചെന്ന പരാമർശവുമായി രംഗത്തെത്തിയത്. ഒരുവിധം സംഭവം കെട്ടടങ്ങിയപ്പോഴാണ് സുരേഷ് മേനോനെ കുറിച്ച് രതീഷ് ചില ആരോപണങ്ങളുമായി വീണ്ടും രംഗത്തെത്തുന്നത്. തൊട്ടു പിന്നാലെയാണ് രതീഷ് സുരേഷിനെതിരെ സെക്ഷൽ ഹറാസ്മെന്റ് ആരോപണവുമായി രംഗത്തെത്തിയത്. അൻസിബയോടും ജിൻഡോയോടും സംസാരിച്ചിരിക്കുമ്പോഴാണ് സുരേഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ രതീഷ് നടത്തുന്നത്. സുരേഷ് ക്രൂക്കഡാണെന്നും അയാളുടെ സ്റ്റാറ്റസ് മനസ്സിലാവുന്നില്ലെന്നും തനിക്കെതിരെ ഇങ്ങനെയൊരു കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് പെണ്ണിന്റെ മനസ്സായതുകൊണ്ടാണ് എന്നുമാണ് രതീഷ് പറയുന്നത്. ഒപ്പം 2 ദിവസമായി താൻ സുരേഷിനെ നോട്ട് ചെയ്യുകയാണെന്നും ഒരു ഗേ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സമീപനം എന്നുമാണ് രതീഷ് പറയുന്നത്. ജയിൽ നോമിനേഷൻ ടാസ്കിൽ അൻസിബ ഇക്കാര്യം വെളിപ്പെടുത്തിയതോടു കൂടിയാണ് വീടിനുള്ളിലെ ബാക്കി മത്സരാർത്ഥികൾ ഇക്കാര്യം അറിയുന്നത് തന്നെ. ശേഷം വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റമാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ അരങ്ങേറിയത്. തനിക്കെതിരെ മനഃപൂർവ്വമായ സെക്ഷൽ ഹറാസ്മെന്റ് ആണ് രതീഷ് നടത്തിയതെന്നും വ്യക്തിഹത്യ ചെയ്യുകയാണെന്നും ഷോയ്ക്ക് പുറത്തുപോയാൽ നിയമപരമായി തന്നെ ഈ പ്രശ്നത്തെ നേരിടുമെന്നുമാണ് സുരേഷ് സംഭവത്തിൽ പ്രതികരിച്ചത്. പരസ്പരം വാക്കേറ്റം നടന്നപ്പോഴും രതീഷ് തന്റെ പരാമർശത്തിൽ ഉറച്ചു നിന്നതും ഗേ എന്ന വാക്ക് തുടർച്ചയായി ഉപയോഗിച്ചതും പ്രശ്നത്തെ വളരെയധികം രൂക്ഷമാക്കിയിരുന്നു. വാക്കേറ്റത്തിൽ നിന്നും കയ്യേറ്റത്തിലേക്ക് സംഭവം എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നുവെങ്കിലും മറ്റു മത്സരാർത്ഥികൾ ഇടപെട്ട് സംഭവം ഒഴിവായി പോവുകയായിരുന്നു. രതീഷിന്റെ ഗേ പരാമർശത്തെ കണ്ടന്റ് രീതിയിലും ഗെയിം പ്ലാനിംഗ് എന്ന രീതിയിലും കാണാവുന്നതാണ്. ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതിലൂടെ 2 ഗുണങ്ങളാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഒന്നാമതായി രതീഷ് എന്ന പേര് ആ വീട്ടിലെ പ്രധാന സംസാര വിഷയമായി മാറുന്നു. രണ്ടാമതായി ക്യാമറ സ്പേസ് അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നതാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം ഒരു പരാമർശം വിളിച്ചു പറയണമെങ്കിൽ കൃത്യമായ പ്ലാനിംഗ് അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്റെ ഗെയിം പ്ലാനിന്റെ വിലയിരുത്തൽ രതീഷ് വീടിനകത്ത് നടത്തിയത്. 2 ദിവസത്തിനുള്ളിൽ 6 ശത്രുക്കളെ ഉണ്ടാക്കിയെന്നും 5 ദിവസം കൊണ്ട് 18 പേരെ തനിക്കെതിരെ തിരിക്കുമെന്നാണ് തന്റെ ടാർഗറ്റ് എന്നും രതീഷ് പറഞ്ഞത്. അക്കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾക്കിടയിൽ സ്വയം പുറത്തു പോകാൻ തയ്യാറാണെന്ന് രതീഷ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞു വിടില്ലെന്ന ധാരണ അദ്ദേഹത്തിനുണ്ടെന്ന കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, അഖിൽ മാരാർ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മരണപ്പെട്ട ആദിവാസി യുവാവ് മധുവുമായി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ്. ഇവയെല്ലാം കണ്ടു മനസ്സിലാക്കിയ രതീഷ് സീസൺ 5 മത്സരാർത്ഥി അഖിൽ മാരാരുടെ ട്രാക്ക് പിടിക്കുകയാണെന്ന സംസാരവും ഇതിനോടകം പുറത്തുണ്ട്. ലാലേട്ടൻ വരുന്ന ദിവസത്തിനായി ഇനി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഉറപ്പായും രതീഷിന്റെ ഗേ പരാമർശം ചർച്ച ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. രതീഷിന് പണിഷ്മെന്റ് ലഭിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ സുരേഷ് മേനോന്റെ അഭിപ്രായം കണക്കിലെടുത്ത് പണിഷ്മെന്റ് നൽകാനും തീരുമാനമുണ്ടായേക്കാം. ഷോയെ രസകരമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് നല്ല പങ്കുള്ളതുകൊണ്ട് തന്നെ പുറത്തു പോകാനുള്ള സാധ്യത കുറവാണെന്ന അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട്.